പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ വ്യത്യസ്തങ്ങളായ ചടങ്ങുകളാൽ സമ്പുഷ്ടമാണ് എന്ന് നമ്മൾ പല വീഡിയോകളിലും പറയാറുണ്ട്. പെരുവനം പൂരം കഴിഞ്ഞ് പിറ്റേന്ന് നടക്കുന്ന പിടിക്കപ്പറമ്പ് പൂരവും അതിന് പിറ്റേന്നുള്ള ആനയോട്ടവുമൊക്കെ ഏറെ പ്രസിദ്ധമാണ്. പിടിക്കപ്പറമ്പ് പൂരം ദിവസം ചേർപ്പിൽ ഭഗവതി അടക്കം 11 ദേവീദേവന്മാരെ ഇറക്കി എഴുന്നള്ളിച്ചിരുന്ന ഒരു സ്ഥലമാണ് പെരുംതിടമ്പ് കടലായിൽ മന. 11 ദേവീദേവന്മാരുടെ തിടമ്പിന് ഇറക്കിപ്പൂജയുണ്ടായിരുന്നത് കൊണ്ടാണ് പെരുംതിടമ്പ് എന്ന പേര് വന്നത് എന്നാണ് സങ്കല്പം. ആ പെരുംതിടമ്പ് കടലായിൽ മനയുടെ ആ മന ഇന്നില്ല. ആ മനയുടെ ഇന്നത്തെ ഒരു അവകാശികളിൽ ഒരാളായ ശ്രീരാജാണ് നമ്മളോട് കൂടെയുള്ളത്. ശ്രീരാജ്, ഈ പെരുന്തിടമ്പ് മനയെ പറ്റിയിട്ട് പറയുമ്പോൾ പഴയ കാലത്ത് പെരുന്തിടമ്പ് മനയെ പറ്റിയിട്ട് എന്താണ് കേട്ടിട്ടുള്ളത്? പഴയ കാലത്ത് നിരവധി സ്ഥലങ്ങളും നിരവധി ഓട്ടുപാത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നൊരു വലിയ ഇല്ലമായിരുന്നു. പിന്നെ അതിനുശേഷം 2 വിഭാഗമായിട്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 2 താവഴികളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു താവഴി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു താവഴിയും പിന്നെ ഒരു താവഴി മാള കുണ്ടായി ഭാഗത്ത് ഒരു കളപ്പുര ഉണ്ടായിരുന്നു. അത് ശരി, മാളയ്ക്കടുത്ത് ഒരു കളപ്പുര, ഈ കൃഷിസ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വിഭാഗക്കാര് അവിടെ താമസാക്കി. പിന്നെ ഒരു വിഭാഗം ഇവിടെയുള്ള വിഭാഗമാണ് ഇറക്കി പൂജയും കാര്യങ്ങളൊക്കെ മുടങ്ങാട് നടത്തിയിരുന്നത്. അപ്പൊ ആ സമയത്ത് അവിടെ നിന്നുള്ളവരും പങ്കാളികളാവുക. ഈ പൂരക്കാലത്ത് എല്ലാവരും പെരുവനം ഗ്രാമത്തിൽ വരിക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഇങ്ങോട്ട് വന്ന് അന്നത്തെ ദിവസം ഭംഗിയായി നടത്തുക എന്നുള്ളൊരു രീതിയിലാണ് പോയിരുന്നത്. പിന്നെ കാലക്രമേണ അത് നിൽക്കപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഇവിടുത്തെ താവഴിയിൽ പെട്ട ആളുകൾ ഇപ്പം ഉണ്ടോ? ഇവിടുത്തെ താവഴിയിൽപ്പെട്ട ഒരാളുണ്ട്, മോഹനൻ എന്ന് പറഞ്ഞിട്ട്, വല്യച്ഛനാണ്. അദ്ദേഹം തൃപ്പൂണിത്തുറയിലാണ് താമസിക്കുന്നത്. അത് ശരി. അപ്പോൾ ഇവിടുത്തെ താവഴിയിൽ പെട്ട ആളുകൾക്ക് അവസാനം ഇത് നിലനിർത്താൻ പറ്റാതെ അവസാനത്തെ ആൾക്ക് 2 പെൺകുട്ടികളായിരുന്നു. ഓക്കെ. അപ്പോൾ അവരെ വിവാഹം സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളായിട്ട് സ്ഥലം വിൽക്കപ്പെട്ടു. അങ്ങനെയാണ് ഉണ്ടായത്. പെരുന്തിടമ്പ് മനയിലെ ഇറക്കിപ്പൂജയെ പറ്റി പറയുമ്പോൾ നമ്മൾ പെരുവനം പൂരം കഴിഞ്ഞ് പിറ്റേന്നാണ് പിടിക്കപ്പറമ്പ് പൂര ദിവസമാണ് ഇവിടുത്തെ പ്രധാന ഇറക്കിപ്പൂജകൾ നടന്നു വരാറുള്ളത്. ആരൊക്കെയാണ് ഇറക്കിപ്പൂജയ്ക്ക് പ്രധാനമായും ആദ്യമായിട്ടൊക്കെ വരുന്നത്? ആദ്യമായിട്ട് വരുന്നത് ഷാരിക്കൽ ഭഗവതിയാണ്. കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി. അത് കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയെ പറ്റി പറയുമ്പോൾ ഏത് ഇറക്കിപ്പൂജയ്ക്കും പൂരത്തിനൊക്കെ കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയാണ് ആദ്യം എത്തേണ്ടത് എന്നുള്ള ഒരു രീതിയുണ്ട്. പിന്നെ പെരുന്തിടമ്പ് കടലായിൽ മന എന്ന് പറയുമ്പോൾ അവർക്ക് പിഷാരിക്കൽ ഭഗവതിയുമായി ഒരു ചെറിയ ബന്ധം കൂടി ഉണ്ടാവും. അപ്പോൾ പിഷാരിക്കൽ ഭഗവതി വരും. പിന്നെ ആരൊക്കെയാണ്? ചേർപ്പ് ഭഗവതി, ചാത്തക്കുടം ശാസ്താവ്. ഇവർ 3 പേർക്കാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പൂജകളും കാര്യങ്ങളും നടക്കുന്നത്. പിന്നെ ചേർപ്പ് ഭഗവതിക്ക് വിശേഷമായിട്ട് 18 പറ അരിയുടെ നിവേദ്യം പതിവുണ്ട്. ഈശ്വര, 18 പറയുടെ അരിയുടെ നിവേദ്യം. അതുപോലെ വൈകുന്നേരം ഗണപതി ഹോമം നടന്നിരുന്നു. വൈകുന്നേരം ഗണപതി ഹോമം, ചേർപ്പ് ഭഗവതി വന്ന വൈകുന്നേരം ഗണപതി ഹോമം ചെയ്തിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വൈകുന്നേരം ഗണപതി ഹോമം നടക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു സ്ഥലം. പിടിക്കപ്പറമ്പ് പൂര ദിവസം വൈകിട്ട് ചേർപ്പിൽ ഭഗവതി വന്നതിന് ശേഷം പെരുന്തിടമ്പ് മനയിൽ ഗണപതി ഹോമം നടന്നിരുന്നതെന്നുള്ളത് അതിൻ്റെ ചടങ്ങിന് എത്ര കണ്ട് പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ മറ്റ് ദേവീദേവന്മാരെ പറ്റി പറയുമ്പോൾ ആരൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഒരു വിധമൊക്കെ ഉണ്ട്. എടക്കുന്നി ഭഗവതി, കോടന്നൂർ ശാസ്താവ്, അയ്യൊന്ന് ഭഗവതി, തൊട്ടിപ്പാൾ ഭഗവതി, ചക്കംകുളങ്ങര ചാത്തക്കുടം ശാസ്താവ്, നാങ്കുളം ശാസ്താവ്,
തൈക്കാട്ടുശ്ശേരി ഭഗവതി, എടക്കുന്നി ഭഗവതി. അല്ല, അപ്പോൾ ഈ 8, 3, 11 ഈ 8 പേരും നേരത്തെ പറഞ്ഞ 3 ചാത്താക്കുളം ശാസ്താവും ചേർപ്പിൽ ഭഗവതിയും പിഷാരിക്കൽ ഭഗവതിയും അടക്കം 11 ദേവീദേവന്മാരുടെ തിടമ്പ് ഒരുമിച്ച് വന്ന് എല്ലാവരും ഒരുമിച്ച് അന്ന് രാത്രി ഇവിടെ അന്നത്തെ പള്ളിയുറക്കവും അതിനോട് അനുബന്ധിച്ച് വരുന്ന ആളുകളും അവർക്കൊക്കെയുള്ള ഭക്ഷണവും ആ പോയ കാലത്തെ നന്മകൾ അല്ലേ. ഇപ്പോൾ ഇറക്കി പൂജ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം, നല്ല മാമ്പഴക്കൂട്ടാനും ചക്കലിശ്ശേരിയും ചക്ക വറുത്തതും അതുപോലെ പായസങ്ങളും അപ്പവും മടയും പ്ലാവിലക്കുളത്തും ഒക്കെ ആയിട്ടുള്ള അതിമനോഹരമായ ഒരു കാഴ്ച പെരുന്തിടമ്പ് മനയിൽ ഏകദേശം 1970 വരെയൊക്കെ നല്ല രീതിയിൽ നടന്നിരുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെയൊക്കെ കുറേശ്ശെ കുറഞ്ഞു വന്നു 78-79 കൂടി വല്ലാതെ കുറയാണ് ഉണ്ടായത്. പിന്നീട് ഈ മന പൊളിച്ചു പോവുകയും ഇവിടുത്തെ മച്ചിൽ ഭഗവതി അടക്കമുള്ള ആളുകളെ എടുത്തു മാറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ നിങ്ങളന്ന് ഈ മാളയ്ക്കടുത്തുള്ള സ്ഥലത്തായിരുന്നു. 1970 നടന്ന ഭൂപരിഷ്കരണ നിയമത്തോടുകൂടി നിങ്ങളും അവിടെ നിന്ന് പോരേണ്ടി വന്നിട്ടുണ്ടാവും. അവിടെ നിന്ന് എല്ലാം പോരേണ്ടി വന്നിട്ടില്ല, കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതും കൈമാറ്റം ചെയ്യപ്പെട്ടു. അന്നത്തെ അവസ്ഥ അങ്ങനെ മോശം, ഓരോ കൊല്ലം കഴിയുന്തോറും അവസ്ഥകൾ മോശമായി വന്ന്. എന്നിട്ട് ശ്രീരാജിന്റെ മുത്തശ്ശനല്ലേ ഊരകത്ത് അല്ലേ? മുത്തശ്ശൻ ഊരകത്ത് അനവധി കാലം ശാന്തിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനുണ്ടായിരുന്നു. ഇപ്പൊ ശ്രീരാജൻ ദേവസ്വം ബോർഡിലെ വല്ലച്ചറ ഭഗവതി ക്ഷേത്രത്തിലെ ശാന്തികാരനാണ്. ഈ പെരുന്തിടമ്പ് മനയിലെ മച്ചിൽ ഉണ്ടായിരുന്ന ഭദ്രകാളി അങ്ങനെയൊക്കെ പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത്. അതാണല്ലോ പിന്നീട് ഇങ്ങോട്ട് മാറിയത്. അത് ആരൊക്കെയാണ് ഇപ്പോൾ ഇതിൽ? ഈ നടുക്കിലെ ആണ് മച്ചിൽ ഭഗവതി എന്നുള്ള സങ്കല്പത്തിൽ ഭദ്രകാളി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ വടക്കേ ഭാഗത്തുള്ളത് ദുർഗാ സങ്കല്പത്തിലും തെക്കേ ഭാഗത്തുള്ള ശാസ്താവിൻ്റെ സങ്കല്പത്തിലും. അത് മനയൊക്കെ പൊളിച്ചു പോയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ സ്ഥലം വാങ്ങിയപ്പോൾ പുനഃപ്രതിഷ്ഠ ചെയ്യലാണ് ഉണ്ടായത്. ഈ ഊരകത്തമ്മ തിരുവടിക്ക് കിഴൂട്ടര കടലായിൽ ഒരു കന്യകാ സങ്കല്പത്തിലുള്ള ഒരു ബന്ധമുള്ളതുപോലെ ഈ ചേർപ്പിൽ ഭഗവതിക്ക് പെരുന്തിടമ്പ് മനയുമായിട്ടുള്ള ഒരു ബന്ധമില്ല. അതിനെപ്പറ്റി ഒന്ന് പറയൂ. ചേർപ്പ് ഭഗവതിയുടെ പുരാളസ്ഥാനം ചിറ്റൂരുകാർക്കുണ്ടല്ലോ. അപ്പോൾ ചിറ്റൂരിൽ നിന്നൊരു കുട്ടീനെ ഇവിടേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവന്നിരുന്നു. അപ്പം അന്ന് വിവാഹം കഴിയണതിന് മുന്നേ ആ കുട്ടി ആ ക്ഷേത്രത്തിൽ ചേർപ്പ് ഭഗവതിനെ എന്നും നിത്യം തൊഴാൻ പോയിരുന്നു. അപ്പോൾ ആ കുട്ടി അച്ഛനോട് വേളി കഴിഞ്ഞപ്പോൾ ഒരു ആഗ്രഹം പറയുകയുണ്ടായി, എനിക്ക് ഇനി ചേർപ്പ് ഭഗവതിനെ തൊഴാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ പിടിക്കപ്പറമ്പിൽ വരുന്ന ദിവസം ചേർപ്പ് ഭഗവതിക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി പൂജ ചെയ്യാമെന്നുള്ളൊരു ചടങ്ങായി മാറി. പിന്നെ അതുപോലെ തന്നെ ഈ പെരുന്തിടമ്പ് മനയാവാനുള്ള ഒരു ഐതിഹ്യത്തെ പറ്റിയും ഒന്ന്. പെരുന്തടമ്പ് മന എന്ന് പറയുമ്പോൾ കടലായി എന്ന് പറയുമ്പോൾ 5 കടലായികളാണ്. 5 കടലായിൽ ഈ ഇല്ലത്ത് അത്രയും അധികം അല്ല, ഈ തിടമ്പുകളൊക്കെ ഇറക്കി പൂജ വരാനുണ്ടായ സാഹചര്യം എന്താ വെച്ചാൽ ഇവിടെ ഇല്ലത്തെ അമ്മയുടെ മകനെ പെട്ടെന്ന് ഒരു ദിവസം കാണാതാവുകയുണ്ടായി. അപ്പോൾ ആ അമ്മ മനസ്സ് ഉരുകി പ്രാർത്ഥിക്കലാണ് ഉണ്ടായത്. ഈ മകൻ തിരിച്ചു വരികയാണെങ്കിൽ എല്ലാ ദേവീദേവന്മാർക്കും ഇവിടെ ഇറക്കി പൂജ ചെയ്തു കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആള് തിരിച്ചു വരികയും ചെയ്തു, ആരംഭിക്കുകയും ചെയ്തു. പിന്നെ ഈ പേര് പെരുന്തടമ്പ് കടലായി. ഈ സ്ഥലമൊക്കെ കൈമാറ്റം ചെയ്തു പോയിട്ട് പിന്നെ എങ്ങനെയാണ് ഇതിങ്ങനെ വന്നത്? ശ്രീരാജ് വാങ്ങുകയാണോ ഉണ്ടായത്? ഇപ്പോൾ എന്നിട്ട് ഈ ഭഗവതിയും ശാസ്താവിനെയും ഒക്കെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും അതെ, എല്ലാം ഭഗവതിയുടെ രൂപങ്ങളും പീഠമൊക്കെ സെയിം തന്നെയാണ്. പഴയ ആ ഒരു ഇത് തന്നെയാണ്, ഒന്നും പുതുക്കിയിട്ടില്ല. ആ ഒരു അതേ പീഠത്തിലും പ്രതിഷ്ഠയിൽ തന്നെയാണ് പ്രതിഷ്ഠ കഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ തേവാരമൊക്കെ ഇപ്പം എങ്ങനെ വർഷത്തിലൊരിക്കൽ? മാസത്തിൽ 3 ആൾക്കും പൂജയായിട്ട് തന്നെ ഉണ്ട് ഇപ്പോൾ. അതെ അല്ലേ? പ്രതിഷ്ഠാനി രേവതിയിലായിരുന്നു, കുംഭത്തിലെ 2 വർഷമായി. ഇപ്പോൾ 2 വർഷമായി ഈ സ്ഥലമൊക്കെ വാങ്ങി പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ്. ഇനി നാളെകളിൽ ഇവിടെ ഒരു ചെറിയതായാലും ഒരു വീട് പണത് ഈ ഇറക്കി പൂജകളൊക്കെ പുനഃസ്ഥാപിക്കണം എന്നുള്ളത് നല്ല ആഗ്രഹമുണ്ട് ഇല്ലേ? അത് വലിയൊരു ആഗ്രഹമല്ലേ? ഈ പെരുവന മാറാട്ടുപുഴ പൂരങ്ങളുടെ വലിയൊരു ഭാഗം
ഭാഗമല്ലേ ശരിക്കും പെരുന്തടമ്പ് മനമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്തരത്തിൽ മനോഹരമായ ആചാരങ്ങൾ പലതും ആറാട്ടുപുഴ പൂരത്തിൽ ഇപ്പം നടന്നു വരുന്നില്ല. ഇനിയുള്ള കാലങ്ങളിൽ ഇതൊക്കെ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.